ചെവിയടപ്പിക്കുന്ന ശബ്ദത്തിൽ ജീവിതം അടുപ്പിക്കുന്ന ആരോപണങ്ങൾ ഒരുപാട് കേട്ടുകൊണ്ടാണ് താരം ഉറക്കമുണർന്നത്. പക്ഷെ തന്നെ അതൊന്നും ലെവലേശം ബാധിക്കാത്ത ഭാവത്തിൽ താരം പേസ്റ്റും ബ്രഷും കയ്യിലെടുത്തു. പെട്ടെന്നാണ് 2 ആഴ്ച മുമ്പ് താൻ അറിയാതെ പറഞ്ഞു പോയൊരു തർക്കുത്തരം ഇപ്പോഴും അമ്മയെടുത്ത് വാക്യത്തിൽ പ്രയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഞൊടിയിടയിൽ താരം അമ്മയെ നോക്കിയൊരു പുച്ഛഭാവം കാട്ടി. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, അടുത്തിരുന്ന ചിരട്ടത്തവിക്ക് മുട്ടിന് താഴെ നല്ല 2 കിട്ടി. പക്ഷേ ഇതൊക്കെ ഒരു ഭാഗ്യമായി കണക്കാക്കാൻ മനസ്സുള്ളയാളാണ് നമ്മുടെ താരമെന്ന് പ്രേക്ഷകർക്കറിയാം. വൈകുന്നേരം പണിക്ക് പോയി തിരിച്ചെത്തിയ അമ്മയെ സന്തോഷിപ്പിക്കാൻ താരം വീട് മുഴുവൻ അടിച്ചു തുടച്ച് വിളക്ക് കത്തിച്ചു വെച്ചു. അമ്മയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ടതും തനിക്ക് കണ്ണിന് കണ്ടുകൂടാത്തതുമായ മിനുക്കം പുറത്തു കൊള്ളുന്ന ചുരിദാറിട്ട് നിന്നു. പക്ഷേ അവിടെയും തിരിച്ചടിയായിരുന്നു ഫലം. ടെറസിന് മുകളിലിരുന്ന ഗോതമ്പെടുത്ത് അകത്ത് വെച്ചില്ല. ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണം? ഇനിയുള്ള ഏതാനും മണിക്കൂറുകൾ വീട്ടിലത്ര സുഖകരമായിരിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞ താരം ഉടനെ തന്നെ സഞ്ചിയെടുത്ത് റേഷൻ കടയ്ക്ക് വെച്ചു പിടിച്ചു. വഴിയിൽ റൌക്കേട്ട് പോയ അമ്മൂമ്മ ഷാളിടാത്തതിന് താരത്തിന്റെ ഫാദറിനെ മെൻഷൻ ചെയ്തു. ദിങ്ങും നെഞ്ചെടുക്കുമായി നടന്ന താരത്തിനോട് ഒടുവിൽ റേഷൻ കടക്കാരനും അത് ചോദിച്ചു. നിനക്ക് പണിയൊന്നുമായില്ലേ? പഞ്ചായത്തിൽ ഇനി അയാൾ കൂടിയേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ തിരിച്ചെത്തിയ താരം കുളിമുറിയടച്ച് പൈപ്പ് തുറന്നുവിട്ട് പൊട്ടിക്കരഞ്ഞു. കരഞ്ഞു ചുവന്ന മൂക്ക് ആരും കാണാതിരിക്കാൻ പൗഡർ ഇട്ട് മൂടി. എന്നിട്ട് വയർ നിറയെ ചോറ് കഴിച്ച് അന്തം വിട്ടുറങ്ങി. കിടക്കപ്പായലെ വിശേഷങ്ങൾ കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.